Hello friends, welcome back to another video. ഇനി ഞാൻ എറേയുടെ ഒരു വളരെ സിമ്പിൾ പ്രോഗ്രാം ആണ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴേക്കും എങ്ങനെ എറേസിലോട്ട് വാല്യൂ റീഡ് ചെയ്യാം, എങ്ങനെ ചേഞ്ചസ് വരുത്താം, നമുക്ക് എങ്ങനെ അതിനെ റിട്രീവ് ചെയ്യാം, അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമ്മുടെ ഈ സിമ്പിൾ പ്രോഗ്രാം എങ്ങനെയാന്ന് വെച്ചാൽ 5 സ്റ്റുഡന്റ് ഉണ്ട്. 1 2 3 4 5 സ്റ്റുഡൻസ് ഉണ്ട്. 5 സ്റ്റുഡൻസിന് അവരുടെ ടോട്ടൽ മാർക്ക് ഉണ്ട് ഔട്ട് ഓഫ് 100. സേ ഫസ്റ്റിനുള്ളത് 50 ആണ്, സെക്കൻഡിലുള്ളത് ഒരു 65 ആണ്, 75 100 ആൻഡ് സേ 90. ഇതാണ് നമ്മുടെ മാർക്സ് എന്ന് വെച്ചോ. ഇനി ഈ മാർക്സിനെ നമുക്കൊരു എറേയിൽ സ്റ്റോർ ചെയ്യണം. ഒരു സിംഗിൾ എറേയിൽ ഈ സ്റ്റുഡൻസിന്റെ ഒക്കെ മാർക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ പിക്ചേഴ്സിൽ റെപ്രസെന്റ് ചെയ്യാം? ഒരു എറേ ഉണ്ട്. ഇൻഡെക്സ് array of the index always starts from 0. Okay, 0 1 2 3 4. First 50, second one 65, third one 75, 100 and 90. അപ്പം 0th ഇൻഡെക്സ് എന്ന് പറഞ്ഞ എറേയുടെ 0th ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ മാർക്കാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോഗ്രാം എഴുതണം സോ ദാറ്റ് നമുക്ക് സ്റ്റുഡന്റിന്റെ മാർക്സ് റീഡ് ചെയ്യാൻ പറ്റണം, എറേയിലോട്ട് സ്റ്റോർ ആവണം, പിന്നെ വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഗ്രാം എഴുതി തുടങ്ങാം. സോ ഞാനിത് റബ് ചെയ്യാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മളൊരു ഹാഷ് ഇൻക്ലൂഡ് void main. Hash include stdio.h പിന്നെ void main. റൈറ്റ്? ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ എറേനെ ഡിക്ലെയർ ചെയ്യണം അല്ലെ? എറേനെ ഡിക്ലെയർ ചെയ്യുക എങ്ങനെയായിരുന്നു? എന്താണോ ഡാറ്റ ടൈപ്പ്, പിന്നെ ആ വേരിയബിളിന്റെ പേര്. നമുക്ക് സേ നമ്മുടെ എറേയുടെ പേര് സ്റ്റുഡ് ആണെന്ന് വെച്ചോ. സ്റ്റുഡ്, അതിന് എത്ര എലമെന്റ്സ് ഉണ്ട്? 5 എലമെന്റ്സ് ഉണ്ട് അല്ലേ? 5 എലമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് 50, 65, 75, 100, 90 ഇങ്ങനെയാണെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ ചെയ്യണം ഇന്റ്. എന്തുകൊണ്ടാണ് ഇന്റ് കൊടുത്തത്? നമ്മൾ എറേക്കകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഇന്റിജർ ആണ്. അതേ സ്ഥാനത്ത് നമ്മൾ എറേക്കകത്ത് ഒരു ക്യാരക്ടർ ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ക്യാർ എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, ഇന്റ് സ്റ്റുഡ് ഓഫ് എത്ര എലമെന്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്? 5 എലമെന്റ്സ് അല്ലെ? അപ്പൊ 5 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ എറേനകത്തോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പലതരത്തിൽ ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് എയ്തർ എ ഓഫ് 0, എ അല്ല സോറി, ഇവിടുത്തെ എറേനെ സ്റ്റുഡ്, അപ്പൊ സ്റ്റുഡ് ഓഫ് 0 ഈക്വൽ ടു 50, അങ്ങനെ ഓഫ് 1, അങ്ങനെ പറഞ്ഞ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണ്? നമുക്ക് ഒരുപാട് ലൈൻസ് ഓഫ് കോഡ് എഴുതേണ്ടി വരും. അപ്പൊ ലൈൻസ് ഓഫ് കോഡ് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലൂപ്പ് ഉപയോഗിക്കണം. റൈറ്റ്? നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ലൂപ്പ് ഉണ്ട്? വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ഉണ്ട്, ഫോർ ലൂപ്പ് ഉണ്ട്. ഇതൊക്കെ എന്റെ പഴയ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ഫോർ ലൂപ്പാണ്. ഓക്കെ, അപ്പൊ ഫോർ ലൂപ്പ് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ഇനീഷ്യലൈസേഷൻ കണ്ടീഷൻ, ഒരു ടെസ്റ്റിംഗ്, പിന്നെ ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ, പിന്നെ ടെസ്റ്റിംഗ്, പിന്നെ ഒരു ടെർമിനേഷൻ കണ്ടീഷൻ അല്ലെ? അപ്പൊ അതിന് നമുക്കൊരു വേരിയബിൾ വേണം. ആ വേരിയബിൾ നമ്മൾ ഐ എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഫോർ ഐ ഈക്വൽ ടു 0, പിന്നെ ഐ ലെസ് ദാൻ 5. എന്തുകൊണ്ട് ഐ ലെസ് ദാൻ 5 കൊടുക്കുന്നത്? നമുക്ക് 0th എലമെന്റ് ടു 4th എലമെന്റ് വരെയാണ് നമുക്ക് പോകേണ്ടത്. അതായത് ഈ എറേന്റെ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത് 0th ഇൻഡെക്സ് ടു 4th ഇൻഡെക്സ് വരെ. അപ്പൊ ഒരിക്കലും 5 ആവാൻ പാടില്ല. 5 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ എലമെന്റ് ആയിപ്പോവും? 5th എലമെന്റ് എന്ന് പറഞ്ഞാൽ എറേന്റെ സൈസും കഴിഞ്ഞിട്ടുള്ള എലമെന്റ് ആയിപ്പോവും. അപ്പൊ നമുക്ക് ഐ ലെസ് ദാൻ 5 ഐ ഇൻക്രിമെന്റ് ചെയ്യണം. ഓക്കെ, ഓപ്പണിംഗ് ബ്രാക്കറ്റ്. നമ്മൾ പ്രിന്റ് ചെയ്യുക
ജസ്റ്റ് എന്താണ് എൻറ്റർ ദ സ്റ്റുഡന്റ് നെയിം അല്ലെ നെയിം അല്ല സോറി എൻറ്റർ ദ സ്റ്റുഡന്റ് മാർക്സ് അല്ലെങ്കിൽ അങ്ങനെ പ്രിന്റ് ചെയ്യാം. അപ്പൊ ഇതെന്താ കാര്യം വരാന്ന് വെച്ചാ I0 ആണ് അല്ലെ, I0 ആണ്. അപ്പൊ നമ്മൾ എൻറ്റർ ദ മാർക്ക് ഓഫ് സ്റ്റുഡന്റ് I എന്ന് പറഞ്ഞു കൊടുത്താൽ എൻറ്റർ ദ മാർക്ക് ഓഫ് സ്റ്റുഡന്റ് 0 എന്നായിപ്പോ. അത് ലോജിക്കലി ശരിക്കും അത്ര സുഖമുള്ള പരിപാടിയല്ല. അപ്പൊ നമ്മൾ എൻറ്റർ ദ മാർക്ക് ഓഫ് സ്റ്റുഡന്റ് 1, എൻറ്റർ ദ മാർക്ക് ഓഫ് സ്റ്റുഡന്റ് 2, അങ്ങനെ അങ്ങനെ I+1 ആണ് പ്രിന്റ് ചെയ്ത് കാണിക്കുക. പ്രിന്റ് F എന്ന് കൊടുക്കണം, മാറിപ്പോരുത്. ഓക്കെ, എൻറ്റർ ദ മാർക്ക് ഓഫ് സ്റ്റുഡന്റ് 1, 2, 3 അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴാണ് ഈ ഇത് സ്റ്റോപ്പ് ചെയ്യുക, I എപ്പോഴെങ്കിലും ഈ കണ്ടീഷൻ ഫോൾസ് ആവുമ്പോ അല്ലെ. അപ്പൊ ഈ കണ്ടീഷൻ ഫോൾസ് ആവാന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് I=4 വരെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഇവിടെ വരെ എന്താ, എൻറ്റർ ദ മാർക്ക് ഓഫ് സ്റ്റുഡന്റ് 5 എന്നാണ്. അപ്പൊ 5 വരെ പോകുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ വാല്യൂ റീഡ് ചെയ്യണം. വാല്യൂ റീഡ് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക, സ്കാൻഫ് സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുക. നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂ എന്താണ്, ഇന്റീജർ ആണ്. അതുകൊണ്ട് %d യൂസ് ചെയ്യുന്നു അല്ലെ. ഇനി ആംപർസൻഡ് എ അല്ല, നമുക്ക് ഇവിടെ ഉള്ളത് എറേയുടെ പേര് സ്റ്റുഡ് ഓഫ് I. ഇതെന്താണെന്ന് മനസ്സിലായോ? I എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്ത സാധനം. ഓക്കെ, ഈ ഇത് കഴിഞ്ഞു. ഇനി ഇതിപ്പം വാല്യൂ റീഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി ഇതിന്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്താവും, I0 ആവും അല്ലെ. അപ്പം എൻറ്റർ ദ മാർക്ക് ഓഫ് സ്റ്റുഡന്റ് I+1 എന്ന് പറയും. അപ്പൊ എന്ത് സംഭവിക്കും, 0+1, അതായത് എൻറ്റർ ദ മാർക്ക് ഓഫ് സ്റ്റുഡന്റ് 1 എന്ന് വരും. പിന്നെന്താവും, സ്കാൻ ചെയ്യും. സ്റ്റുഡന്റ് ഓഫ് I എന്ന് പറഞ്ഞാൽ എന്താ, I ഇപ്പോഴും 0 ആണ്. അപ്പം സ്റ്റുഡ് ഓഫ് 0 എന്നതിലേക്ക് നമുക്കൊരു വാല്യൂ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ 50 എന്ന് കൊടുക്കും, 0യിലോട്ട് 50 കയറും. ഇനി അടുത്ത പ്രാവശ്യം പിന്നെയും ചെക്ക് ചെയ്യും. അപ്പൊ എൻറ്റർ ദ മാർക്ക്, അപ്പൊ I എന്താവും, I1 ആയി. അപ്പൊ എൻറ്റർ ദ മാർക്ക് ഓഫ് സ്റ്റുഡന്റ് %d എന്ന് പറയുമ്പോൾ I+1 എന്ന് പറയുമ്പോൾ 2 ആവും. എൻറ്റർ ദ മാർക്ക് ഓഫ് സ്റ്റുഡന്റ് 2 എന്ന് കാണിക്കും. അതേപോലെ ഇവിടെ സ്റ്റുഡ് ഓഫ് I എന്ന് പറഞ്ഞാൽ 1 ആവും. അപ്പൊ യൂസർ എന്ത് ഇൻപുട്ട് ചെയ്യണം, 65 എന്ന് ഇൻപുട്ട് ചെയ്യണം. അങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ടെർമിനേറ്റ് ചെയ്യുക, I=4 ആയി കഴിഞ്ഞു. പിന്നെ I ഇൻക്രിമെന്റ് ചെയ്തു. ഇപ്പൊ I5 ആയി. I5 ആവുമ്പോ ഇത് ചെക്ക് ചെയ്യും, ടെർമിനേറ്റ് ചെയ്യും, എറയിലോട്ട് വാല്യൂ എൻ്റർ ആവില്ല. ഓക്കെ, അപ്പം ഇതാണ് സിമ്പിൾ ആയിട്ട് എറയിലോട്ട് വാല്യൂ ഇട്ടു. ഇനിയിപ്പൊ എറയിന്റെ ഇതിലേക്ക് പുറത്തേക്ക് എടുക്കാൻ എന്താ ചെയ്യാ, ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഈ സ്കാൻഎഫിന് പകരം പ്രിന്റ്എഫ് ആയാൽ എന്ത് സംഭവിക്കും, ആദ്യം എറയിന്റെ അകത്തേക്ക് വാല്യൂ ഇടണം, എന്നിട്ടേ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും അല്ലെ. ഇല്ലാത്ത വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അല്ലെ. അപ്പം ആദ്യം ഇൻസേർട്ട് ചെയ്യുക, പിന്നെ ഈ സെയിം ലൂപ്പ് തന്നെ താഴെ എഴുതുക. ആ എൻറ്റർ ദ മാർക്ക് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വേണ്ട, നമുക്ക് അവിടെ യൂസറിനോടൊന്നും പറയണ്ട. വേണമെങ്കിൽ അവിടെ പ്രിന്റിംഗ് മാർക്ക് ഓഫ് സ്റ്റുഡന്റ് I+1 എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ പ്രിന്റ്എഫ് ഈ സെയിം സംഭവം എന്താ അവിടെ പ്രിന്റ് ചെയ്യേണ്ട അത് ചെയ്യാം. സോ ഇങ്ങനെയാണ് ഒരു എറയിൽ വാല്യൂ ഇൻസേർട്ട് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സീരീസിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ.